7ാമത്തെ തവണയാണ് ഞാൻ ജയിച്ചത്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ മോണിറ്ററിൽ കാണുന്നത്, എൻ്റെ ഈ മോണിറ്ററിൽ നിറച്ചും കുരുക്കൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഭയങ്കര ഒരു മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. എൻ്റെ പേര് ജിബി, ഞാൻ വരുന്നത് കോട്ടയത്ത് നിന്നാണ്. ഞാൻ 2019 ഒക്ടോബർ 30 ഇവിടെ വന്ന് ഞാനും അമ്മയും കൂടി ഉടമ്പടി എടുക്കുന്നത്. ഞാൻ 2018 ജൂൺ മുതൽ കേട്ടറ്റ് എക്സാം എഴുതുന്നതാണ്. 5 തവണ എഴുതി ഞാൻ ജയിച്ചില്ല. ഓരോ വട്ടം എഴുതുമ്പോഴും 2-3 മാർക്കിനാണ് ഞാൻ പോകുന്നത്. 90 മാർക്ക് മതി എനിക്ക്. 88, 82, 84 ആ മാർക്കിൽ തന്നെ നിൽക്കുന്നു. ഓരോ വട്ടം എഴുതുമ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ജയിക്കുന്നു, പക്ഷെ ഞാൻ ജയിച്ചില്ല. അപ്പോൾ എന്നോട് ഒരു കോച്ചിങ് സെൻറ്ററിലത്തെ ഫ്രണ്ട്സ് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ മതി, അപ്പോൾ എക്സാം പാസ്സാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരാദ്യം പറഞ്ഞപ്പോൾ ഞാൻ അത്ര ഇതാക്കില്ല. പിന്നെ അവർ പത്രം തന്നു, പത്രത്തിൽ ഓരോ സാക്ഷ്യം കേട്ടു. അപ്പോൾ ഞാൻ ആദ്യം ഇതാക്കില്ല. പക്ഷേ ഇങ്ങനെ ഓരോ തവണ എഴുതും തോറും തോക്കുന്നതല്ലാതെ വിജയം ലഭിക്കുന്നില്ല എനിക്ക്. അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര വിഷമമായി തുടങ്ങി. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, എന്നാൽ നമുക്ക് അവസാനമായിട്ടൊന്ന് കൃപാസനത്തിൽ പോവാം, നമുക്കൊന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും അമ്മയും അമ്മയുടെ 2 സഹോദരിമാരും കൂടി ചേർന്നാണ് ഇവിടെ 2019 ഒക്ടോബർ 30 വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് എക്സാം പാസ്സാകാൻ സാധിക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉടമ്പടി എടുത്ത് പിറ്റത്തെ മാസം തന്നെ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വന്നു 82 മാർക്ക് തന്നെ. 2 മാർക്കിന് ഞാൻ അപ്പോഴും തോറ്റുപോയി. അപ്പോൾ എനിക്ക് വീണ്ടും സങ്കടം. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടും മാതാവ് എന്നെ കൈവിട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ജനുവരി 2-ാം ശനിയാഴ്ചയാണ് എനിക്കിവിടെ ധ്യാനത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായി. അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അമ്മയും കൂടി പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് അച്ഛനെ കാണണം, ഇങ്ങനെ പല തവണ എക്സാം എഴുതി തോക്കുകയാണ്, അപ്പോൾ അന്ന് അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ആൻ്റണി ചേട്ടൻ പറഞ്ഞു, മോള് പ്രാർത്ഥിക്ക്, എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോൾക്ക് ആരുടെങ്കിലും ഒരു വിദ്വേഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചു. ഞാൻ ആദ്യം പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, അല്ല, മോൾക്ക് ഒരാളുടെ അടുത്ത് ഒരു ചെറിയൊരു വിദ്വേഷമുണ്ട്, അത് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിൻ്റെ സമയത്ത് പ്രോജക്റ്റ് ചെയ്യുന്ന അതിൽ ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ടാണ് പ്രോജക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് A കിട്ടി, പക്ഷെ അവൾ പറയുന്നത് ഞാൻ കാരണമാണ് A+ പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവളെ വിളിക്കണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഞാൻ അവളെ വിളിച്ചു. അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ 2020 ഫെബ്രുവരി 14 ഞാൻ കേട്ടറ്റ് എക്സാം എഴുതി. 2020 മെയ് 30 റിസൾട്ട് വന്നപ്പോൾ 90 മാർക്ക്. ഇതുവരെ എനിക്ക് 82 മാർക്ക് ലഭിച്ച് ഞാൻ അന്നത്തെ അതിൽ 90 മാർക്ക്, 1 മാർക്ക് അങ്ങോട്ടും 1 മാർക്ക് ഇങ്ങോട്ടും ഇല്ലാതെ 90 മാർക്ക് നൽകി എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു. 6 വട്ടം എഴുതി 7ാമത്തെ തവണയാണ് ഞാൻ ജയിച്ചത്. അതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അതുപോലെ തന്നെ 2019 ജനുവരി മുതൽ എനിക്ക് ആലോചനകൾ വന്നു തുടങ്ങി. പല ആലോചനകളും വന്നു, പലരും മുടക്കമൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ധ്യാനത്തിന് വന്നപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ജനുവരി 30 ആയിരുന്നു. അങ്ങനെ ജനുവരി 30 എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് കേട്ടറ്റ് എക്സാം പാസ്സാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ജനുവരി 27 വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അപ്പം വിളിച്ചേക്കണ്, ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഇങ്ങനെ കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങളുടെ സെപ്റ്റംബർ 14 2020 സെപ്റ്റംബർ 14 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അടുത്തെന്ന് അറിയാനായിട്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 10 മാസമായി. അപ്പോൾ ഈ പലരും ചോദിക്കാൻ തുടങ്ങി, വിശേഷമൊന്നും ആയില്ല. അപ്പം ഞങ്ങൾക്കൊരു സങ്കടം ആവാത്തതിൻ്റെ ഇത്. അപ്പോൾ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഹോമിയോൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പീരീഡ്സ് ആകുമ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദനയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ PCOD ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അപ്പം ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം കണക്കാക്കിയില്ല, കുറച്ച് നാളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നീടും ഇങ്ങനെ വയറുവേദന എന്നതനുസരിച്ച് അപ്പോൾ പിന്നീട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ സ്കാൻ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ സ്കാൻ ചെയ്ത് മെയ് 3 ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അപ്പം
ആ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിച്ച് അവിടെ ഇരുന്നോ, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ചു. ആദ്യം വിളിച്ച് അവരെൻ്റെ ഈ വയറിന്മേൽ വെച്ച് ഇങ്ങനെ സംഭവം ചെയ്ത് നോക്കുമ്പോൾ ഞാൻ മോണിറ്ററിൽ കാണുന്നത് എൻ്റെ ഈ മോണിറ്ററിൽ നിറച്ചും കുരുക്കൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോള് ഒന്നുകൂടി വെള്ളം കുടിച്ച് പുറത്തിരിക്കി, വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കാകെ പേടി, നിറച്ചും കുരുക്കൾ മാത്രം കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച് PCOD തന്നെയായിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ വീണ്ടും എന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ പുറത്ത് പോയി, ഞാൻ അപ്പം തന്നെ ഓൺലൈനിൽ ഇങ്ങനെ നിയോഗങ്ങൾ എഴുതിയിട്ട് എനിക്ക് PCOD ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് നിയോഗങ്ങൾ എഴുതിയിട്ട്, പിന്നെ കാശ് രൂപ ഉണ്ട് എൻ്റെ കയ്യിൽ, കാശ് രൂപ ഇങ്ങനെ മുറുക്കി പിടിച്ച് അങ്ങനെ ഇരുന്ന്. അത് രണ്ടാമതും എന്നെ വിളിച്ച് ഡോക്ടർ വിളിച്ച്, ഞാനപ്പോൾ ഇങ്ങനെ വയറിൽ കാശ് രൂപം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ പിന്നീട് ഞാൻ ആദ്യം കണ്ട മോണിറ്ററിൽ നിറച്ച് കുരുക്കളാണെങ്കിൽ രണ്ടാമത് ഞാൻ മോണിറ്റർ കാരണം എൻ്റെ 2 ഓവറികൾ മാത്രം ഞാൻ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ ആദ്യം കണ്ടതിനേക്കാളും ഭയങ്കര ഒരു മിറാക്കിളാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. അങ്ങനെ അടുത്തൊരു വലിയ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കേട്ടറ്റ് എക്സാം പാസ്സായി. അപ്പം ഞങ്ങൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കേട്ടറ്റ് എക്സാം പാസ്സായവർക്ക് ഒരു ടെസ്റ്റ് അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ജൂലൈ 9-ാം തീയതി അവരൊരു ടെസ്റ്റ് നടത്താമെന്ന് വിചാരിച്ച്, ജൂലൈ 9-ഉം ജൂലൈ 10-ാം തീയതി ആയിട്ട്. അപ്പോൾ ജൂലൈ 9-ാം തീയതി ഓൺലൈനിൽ എക്സാം ആയതുകൊണ്ട് അവരാദ്യം പറഞ്ഞ് ഒരു ട്രയൽ നടത്തി നോക്കാം, എന്നിട്ട് ജൂലൈ 10-ാം തീയതി നിങ്ങൾ എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു. ആകെ ഒരു 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ എക്സാം, അത് അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു. ജൂലൈ 9-ാം തീയതി ഞാൻ കയറി നോക്കിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ സൈറ്റ് എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനാണ്, ദൈവം എനിക്ക് മാത്രം ഓപ്പൺ ആവുന്നത് എന്താണെന്ന്. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് മെസ്സേജ് അയച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടി എനിക്ക് കിട്ടി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അങ്ങനെയല്ല, എന്നാൽ അവളങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പം തന്നെ ഓൺലൈനിൽ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട്, എൻ്റെ മാതാവ് എനിക്ക് മാത്രം കിട്ടുന്നില്ല, ബാക്കി എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേക്കും കലൂർ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ്, ചിലപ്പോൾ മോള് 2 ഡിവൈസ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, അതെ ഞങ്ങൾ 2 ഫോൺ ഉപയോഗിച്ച് ടെൻഷൻ കൊണ്ടാണ്, ഏത് ഫോണിലാണ് കിട്ടണം അതനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഫോൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ്, നാളെ രാവിലെ 10 മണിക്ക് ഒന്നുകൂടി ഒന്ന് കയറി നോക്ക്, എന്തെങ്കിലും മോൾക്ക് ഓപ്പൺ ആയാൽ മാത്രം അത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഒരു 3 വർഷം കൂടുമ്പോൾ വന്ന ചാൻസാണിത്, അത് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെയാണ്. അപ്പോൾ എന്താണ്, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഓൺലൈനിൽ നിയോഗം എഴുതി മാതാവിൻ്റെ കാശുരൂപം മുറുക്കി പിടിച്ച്. അങ്ങനെ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി സൈറ്റ് ഓപ്പണാക്കിയെന്ന് പറയുന്നതല്ലാതെ എന്താ പറയുക, എൻ്റെ സൈറ്റ് ഓപ്പണായി. ഇന്നലെ വരെ എൻ്റെ സൈറ്റ് ഓപ്പൺ ആയില്ല, പക്ഷേ അന്ന് രാവിലെ 10 മണിക്ക് എൻ്റെ സൈറ്റ് ഓപ്പണായി കിട്ടി. എനിക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്തോ വെപ്രാളം കൊണ്ടാണെന്നറിയില്ല, ഒക്കെ എന്തൊക്കെയോ മാർക്ക് ചെയ്ത് അവിടെ കൊടുത്തയച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് അപ്പം തന്നെ പറഞ്ഞു, എനിക്ക് എന്തായാലും കിട്ടാനൊന്നും പോണില്ല, എന്തായാലും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് അതാണ് എനിക്ക് വളരെയധികം സന്തോഷമായെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ തിങ്കളാഴ്ച ഒരു 3 മണിയായപ്പോൾ കലൂരിൽ നിന്ന് എന്നെ വിളിച്ചേക്കാണ്, ജിബി അല്ലേന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, അതെ ജിബി അന്ന് എക്സാം എഴുതിയില്ലേ, ക്വാളിഫൈ ആയിന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കെന്തോ ഒരു തലയ്ക്കെന്തോ മരവിപ്പോലെ, ക്വാളിഫൈ ആയെന്ന് വെച്ചാൽ ഞാൻ എഴുതിയത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്കറിയാം, വെപ്രാളം കൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതല്ലാതെ ഞാൻ മര്യാദക്കൊന്നും എഴുതിയിട്ടില്ല എന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ ക്വാളിഫൈ ആയിട്ടുണ്ട്. 22-ാം തീയതി വെച്ചാൽ നാളെ 12 മണിക്ക് എനിക്ക് ഡെമോ ക്ലാസ്സും ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, വളരെ സന്തോഷമുണ്ട്. അടുത്തത് പറയാനായിട്ട് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റാണ്. ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് 1 മാസത്തിനകം തന്നെ എനിക്കത് ലഭിച്ചു. പിന്നെ
സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിന് 2 മാസം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഴിക്കോടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ളത് വന്ന് അപ്പോൾ ഞങ്ങൾക്ക് പിരിയാനൊരു വിഷമമുണ്ട്. 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു സാരില്ല, അന്ന് ഇവളെയും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതല്ലാതെ നമുക്ക് അന്നത്തെ സാമ്പത്തിക ഞെരുക്കം അറിയാമല്ലോ, എല്ലാവർക്കും കൊറോണ ബാധിച്ചതുകൊണ്ട് ഒരു ഞെരുക്കുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് സാലറിയിൽ ഒതുങ്ങുന്നത് തന്നെ ഞങ്ങൾക്കൊരു കൊച്ചു വീട് കോഴിക്കോട് കിട്ടി. അത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കമുള്ളതുകൊണ്ട് എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് എന്തെങ്കിലും സാലറിയിൽ ഒരു ഹൈക്ക് ലഭിക്കണം, എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് ഡിസംബറിൽ ഹസ്ബൻഡിന് സാലറി ഹൈക്ക് കിട്ടി. പിന്നെ മെയ്യിൽ ഒരു ബോണസും അതും കിട്ടി. അങ്ങനെ വളരെയധികം കുറേ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്.